വിളപ്പിശാലയിലെ മാലിന്യ സംസ്കരണം ശാലയും അനുബന്ധ സ്ഥലവും മേയർ വി രാജേഷിന്റെയും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് എന്നിവരുടെ നേതൃത്വത്തിലെ സംഘം സന്ദർശിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിളപ്പിൽ പഞ്ചായത്ത് ഭരണം BJPക്ക് ലഭിച്ചതിന് പിന്നാലെ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കളിസ്ഥലമടക്കം വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യവുമായി PK കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണ സമിതി മേയറും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മേയറും നഗരസഭാ ഉദ്യോഗസ്ഥരും സ്ഥലത്ത് സന്ദർശനം നടത്തിയത്. വിളപ്പിൽ കേന്ദ്രമായി നടക്കുന്ന വികസന പദ്ധതികൾ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റമെന്നും യുവജനങ്ങൾക്ക് ദീർഘകാലമായി ആവശ്യപ്പെടുന്ന കളിസ്ഥലമെന്ന പ്രശ്നങ്ങൾ ഇതിലൂടെ പരിഹാരം കാണാൻ സാധിക്കുമെന്നും ശുഭപ്രതീക്ഷയാണ് ഉള്ളതെന്നും BJP നേതാവ് PK കൃഷ്ണദാസ് പറഞ്ഞു. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുകയാണ് BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതികളുടെ ലക്ഷ്യമെന്നും മേയർ വി രാജേഷും കൂട്ടിച്ചേർത്തു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ചെമ്പഴന്തി ഉദയൻ, MR ഗോപൻ, കരമന അജിത്ത്, പാറ്റൂർ രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സൗമ്യ, വൈസ് പ്രസിഡന്റ് CS അനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിളപ്പിൽ ദീപക്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജിത് കുമാർ, അജ്ജു, ശ്രുതി, സജിത്ത്, രാജേഷ് ബാബു, ചെറുകോട് അനിൽ, ഷക്കീല ബേബി, BJP തിരുവനന്തപുരം സൗത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കമ്പാലമൂട് ബിജു, നേതാക്കളായ കാട്ടാക്കട ഹരി, പേയാട് കാർത്തികേയൻ, കഴിഞ്ഞ ദിവസം സന്തോഷ്, സുധീഷ് തിരുനെല്ലിയൂർ, സുധീഷ് തുടങ്ങിയവർ ഭരണസമിതി അംഗങ്ങൾ, അതായത് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ശ്രീമതി സൗമ്യയുടെയും വൈസ് പ്രസിഡന്റ് CS അനിലിൻ്റെയും അതേപോലെ BJPയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ദീപക്, ജില്ലാ അധ്യക്ഷൻ ശ്രീ മുക്കമ്പാലമൂട് ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം തിരുവനന്തപുരത്ത് പോയി തിരുവനന്തപുരം നഗരസഭ മേയർ ബഹുമാന്യനായ ശ്രീ വി രാജേഷിനെ കാണുകയുണ്ടായി. അതായത് വിളപ്പിൽ പഞ്ചായത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള 48 ഏക്കർ ഭൂമിയിൽ മാർക്സിസ്റ്റ് പാർട്ടി കേരളം ഭരിച്ചിരുന്ന സമയത്ത് അവർ ഒരു ചവറ് ഫാക്ടറി സ്ഥാപിക്കുകയുണ്ടായി. ആ ചവറ് ഫാക്ടറി ഈ വിളപ്പിൽ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല, ഈ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലെ ജനങ്ങൾക്കും മാരക രോഗങ്ങളും മാറാരോഗങ്ങളും നൽകുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പഞ്ചായത്തിൽ ഒരു ബഹുജന പ്രക്ഷോഭം ഉയർന്നു വന്നു. സർവകക്ഷി നേതൃത്വം നൽകിയിട്ടുള്ള ബഹുജന പ്രക്ഷോഭം ഉയർന്നു വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനകീയ ഇടപെടലുകളും അതുപോലെ കോടതിയുടെ ഇടപെടലുകളും ഉണ്ടായി. ഏറ്റവും ഒടുവിൽ അത് ആ ചവറ് ഫാക്ടറി മാർക്സിസ്റ്റ് പാർട്ടി തീരാ ദുരിതമായിട്ട് വിളപ്പിൽ പഞ്ചായത്തിലെയും കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലെയും ജനങ്ങൾക്ക് നൽകിയ ഈ ചവറ് ഫാക്ടറി അടച്ചുപൂട്ടി. പക്ഷെ ഇപ്പോഴ് തിരുവനന്തപുരത്ത് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു. ശ്രീമാൻ വി രാജേഷ് മേയറായി ചുമതലയേറ്റെടുത്തു. അതിനുശേഷം വിളപ്പിൽ പഞ്ചായത്തിലും ശ്രീമതി സൗമ്യയുടെയും CS അനിലിന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി വന്നു. അതിനുശേഷമാണ് ഈ സന്ദർശനമുണ്ടായത്. സന്ദർശനത്തിൽ ആവശ്യപ്പെട്ടത് ഈ 48 ഏക്കർ ഭൂമിയിൽ ഒരു നിശ്ചയ സ്ഥലം വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിന് നൽകുകയാണെങ്കിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു കളിസ്ഥലം ഇവിടെ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് വിളപ്പിൽ പഞ്ചായത്തിലെയും കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലെയും വികസനത്തിന് അക്കം കൂട്ടും കായിക പ്രേമികളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു മാത്രമല്ല, കേരളത്തിലെയും ഇന്ത്യയിലെയും കായിക പ്രേമികൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയം പണിയാനാണ് ഇവർ നിവേദനം നൽകിയത്. ഇതിനോട് അന്ന് ബഹുമാന്യനായ മേയർ ഈ നിവേദനം വായിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല മുഴുവൻ കേരളത്തിനും മുഴുവൻ നമ്മുടെ സംസ്ഥാനത്തിനും അവിടെ കായിക പ്രേമികൾക്കും പ്രയോജനകരമാകുന്ന ഈ അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്നുള്ള ഒരു സങ്കല്പത്തെ സംബന്ധിച്ച് അദ്ദേഹം അന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷേ സ്ഥലം സന്ദർശിച്ച് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള മറ്റു കാര്യങ്ങളും കൂടി അവർ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്ഥലം സന്ദർശിക്കാം എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബഹുമാന്യനായ മേയറും അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള ശ്രീ MR ഗോപൻ, അതേപോലെ തന്നെ കരമന അജിത്ത്, അതേപോലെ ചെമ്പഴന്തി ഉദയൻ ഇവിടെ ഈ ഭാഗത്തുണ്ട്. ഇവരെല്ലാം ചേർന്ന് അവിടുത്തെ ബഹുമാന്യനായ മേയർ മാത്രമല്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ചേർന്നിട്ടാണ് ഇന്ന് ഈ സ്ഥലം സന്ദർശിച്ചത്. അവർ
സ്ഥലമൊക്കെ കൊണ്ട് പരിശോധിച്ചു. മാത്രമല്ല ബന്ധപ്പെട്ട രേഖകളും അവർ പരിശോധിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സന്ദർശനം. ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് ബഹുമാനായ മേയർ ഈ കൃഷ്ണദാസ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം അദ്ദേഹവും ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സൗമ്യയും അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ശ്രീ CS അനിൽ, BJPയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുക്കമാലോട് ബിജു ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്നിരുന്നു. ഈ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലം നാടിന് പ്രയോജനപ്പെടുന്ന തരത്തിൽ ഉള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. അതിന് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള ശ്രീ ചെമ്പഴന്തി ഉദയൻ, അതോടൊപ്പം തന്നെ കരമന അജിത്ത്, ശ്രീ MR ഗോവൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ടീം ഇവിടെ വന്ന് ഈ സ്ഥലവും സന്ദർശിച്ചത്. വിവിധ വികസന പദ്ധതികൾക്ക് ഈ സ്ഥലം പ്രയോജനപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ച സജീവമായിട്ട് ഉയർന്നു വരികയാണ്. തീർച്ചയായിട്ടും കോർപ്പറേഷൻ ഉടമസ്ഥയിലുള്ള സ്ഥലം നാടിന് പ്രയോജനം ചെയ്യുന്ന നമ്മുടെ വരാൻ പോകുന്ന തലമുറകൾക്കുൾപ്പെടെ ഗുണം ചെയ്യുന്ന തരത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് ഉദ്യോഗസ്ഥരുമായിട്ടും ബന്ധപ്പെട്ട ഘടകങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ മറുപടി അറിയിക്കും. പ്രധാനമായും ഇതാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഒളിമ്പിക്സുമായി ഞാൻ അതാണ് നേരത്തെ കൃഷ്ണദാസ് സൂചിപ്പിച്ചിരുന്നു. പല പദ്ധതികളും പല പ്രോജക്റ്റുകളെ കുറിച്ചും ചർച്ച വന്നിട്ടുണ്ട്. എന്തായാലും സ്ഥലം ഇങ്ങനെ വെറുതെ വർഷങ്ങളായി കിടക്കുകയാണല്ലോ, അത് നാടിന് പ്രയോജനപ്പെടണം. പ്രത്യേകിച്ചും കോർപ്പറേഷന്റെ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ഏതു തരത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും? സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇന്ന് സ്ഥലം കണ്ടു, ഇനി ഞങ്ങളുടെ കോർപ്പറേഷന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണം. അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പരിഗണനയ്ക്ക് വരണം. അതിനുശേഷം കൗൺസിൽ ചർച്ച ചെയ്യണം. അപ്പോൾ ബന്ധപ്പെട്ട ഘടകങ്ങളുമായിട്ട് സംസാരിക്കണം. സംസ്ഥാന സർക്കാരുമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഒരു മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഞങ്ങൾ എല്ലാ സാധ്യതകളും വിലയിരുത്തും. ഇവർ പറഞ്ഞ ഘടകങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ചില നിർദ്ദേശങ്ങളാണ് സൗമ്യയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് കമ്മിറ്റി മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ ഘടകങ്ങളുമായിട്ട് ആലോചിച്ചതിന് ശേഷം കളക്ടറുമായിട്ട് സംസാരിക്കണം. അതിനൊക്കെ ശേഷം ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കും. എന്തായാലും നാടിന് പോസിറ്റീവായിട്ട് വരുന്ന തരത്തിലാണ് കോർപ്പറേഷനും പഞ്ചായത്തിനും ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ തന്നെ ഗുണം വരുന്ന തരത്തിലുള്ള പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ ഇവിടേക്ക് വിനിയോഗിക്കാൻ സാധ്യതയുണ്ടോ? കോർപ്പറേഷന്റെ വികസനത്തിന് ആവശ്യമായുള്ള എല്ലാ സാധ്യതകളും ഞങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കോർപ്പറേഷൻ ഇത്രയും വലിയൊരു സ്ഥലത്ത് കോർപ്പറേഷന്റെ മാത്രം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വികസന പദ്ധതി നടത്തുമ്പോൾ അതിനൊരു പരിമിതിയുണ്ട്. അതിന് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട്, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട്, അതുപോലെ തന്നെ വിവിധ ഏജൻസികൾ ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അതൊക്കെ തന്നെ കോർപ്പറേഷൻ ആലോചിക്കും, പ്രയോജനപ്പെടുത്തും. കായിക വിദ്യാർത്ഥികൾക്ക് ഇത്തരം സംരംഭങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലായിരിക്കുമോ നിങ്ങളുടെ ചിന്തകളും പ്രവർത്തിക്കും? ഏത് പ്രോജക്റ്റാണ് ഇവിടെ വരാൻ പോകുന്നത്, ഏത് പ്രോജക്റ്റ് വന്നാലാണ് നാടിന് ഏറ്റവും ഗുണം, ജനങ്ങൾക്ക് ഏറ്റവും ഗുണം എന്നുള്ളതിലാണ് നമ്മൾ ആദ്യം ആ ഒരു വിലയിരുത്തലാണ് എത്തിച്ചേരേണ്ടത്. ആ വിലയിരുത്തൽ എത്തിച്ചേർന്നതിന് ശേഷം അടുത്ത ഘട്ടങ്ങൾ പരിശോധിക്കും. വേറെ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധങ്ങൾ നേരത്തെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ സാഹചര്യത്തിലാണ് എനിക്ക് പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ പദ്ധതിയിൽ ഉണ്ടായ നടത്തിപ്പിനെ പറ്റി ഒരു അന്വേഷണം നടത്തും. ഇവിടെ ഈ പ്രദേശത്തെ അടക്കമുള്ള കാര്യങ്ങളെ പറ്റി ഒരു അന്വേഷണം നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഞങ്ങൾ ഇപ്പോൾ ഈ സ്ഥലം ഏത് തരത്തിലാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, ഏത് തരത്തിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങളുടെ സമയവും ഊർജവും ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത്. വലിയ പ്രശ്നമായിരുന്നു. ഈ ഫാക്ടറി അടച്ചുപൂടിയ ശേഷം ഇത്തരത്തിൽ ഈ യന്ത്രങ്ങൾ സാമഗ്രികളെല്ലാം നശിച്ചു പോയ അവസ്ഥ ഉണ്ടായത്. പിന്നെ ഈ മുൻ ഭരണസമിതി ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു നശിച്ചു പോയിരിക്കാനുള്ള തീരുമാനം ഇവർ ഉണ്ടാക്കിയെടുത്തില്ല. അതെല്ലാം നശിച്ചു പോയ അവസ്ഥയായിരിക്കും പുതിയ ശേഷം. അത് എഞ്ചിനീയറിംഗ് സെക്ഷനായിട്ട് സംസാരിച്ചിട്ട് അതിൽ എക്സ്പെർട്ടുകൾ അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യും.